അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും ഗൃഹാതുരത ഉണർത്തുകയാണ് കുംഭമേള. ആകാശത്ത് നിന്ന് പകർത്തിയ മഹാകുംഭമേളയുടെ ചിത്രങ്ങളാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. യുഎസിന്റെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ബഹിരാകാശ യാത്രികനായ ഡോൺ പെററ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ ലോകശ്രദ്ധ നേടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഗമ വേദിയാണ് മഹാകുംഭമേള. കുംഭമേളക്കാലത്ത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് വളരെയധികം ശ്രദ്ധാകേന്ദ്രമാകാറുണ്ട്. 144 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിച്ചേരുന്നത്. കുംഭമേള അതിന്റെ തീർത്ഥാടക ബാഹുല്യം കൊണ്ട് നേരത്തെ തന്നെ ചർച്ചാ വിഷയമായതുമാണ്. എക്സ് ഹാൻഡിലൂടെയാണ് പെററ്റ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ പ്രശസ്തനാണ് പെററ്റ്. 2025 മഹാകുംഭമേള രാത്രി നേരത്ത് ബഹിരാകാശ നിലയത്തിൽ നിന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയായി വിരാജിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നന്നായി പ്രകാശിക്കുന്നു. ചിത്രങ്ങൾക്കൊപ്പം പെററ്റ് കുറിച്ച വാക്കുകൾ ഇങ്ങനെ: ഗംഗ, യമുന, സരസ്വതി ഇപ്പോഴും ഒഴുകുന്നതായി സങ്കല്പിക്കപ്പെടുന്നു. നദികളുടെ സംഗമമാണ് ത്രിവേണി സംഗമം. ത്രിവേണി തീരത്തുള്ള പ്രയാഗ്രാജ് നഗരത്തിന്റെ ദീപോജ്വലിത ദൃശ്യമാണ് പെററ്റ് പകർത്തിയിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മനുഷ്യർ ഒരുമിക്കുന്നതിന്റെ പ്രകാശം എന്നാണ് ചിത്രത്തെക്കുറിച്ച് ഡോൺ പെററ്റ് വിശദമാക്കുന്നത്. ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് മഹാകുംഭമേളയിലേക്ക് എത്തുന്നത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. 13 കോടിയോളം ഭക്തരെയാണ് ഇത്തവണ മഹാകുംഭമേളയിൽ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷകനും കെമിക്കൽ എഞ്ചിനീയറുമായ ഡൊണാൾഡ് റോയ് പെററ്റ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇതിനോടകം വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 555 ദിവസമായി തുടരുകയാണ് ഈ 69കാരൻ. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിലാണ് ബഹിരാകാശ നിലയം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ISSന്റെ ശക്തിയേറിയ ക്യാമറകളാണ് മഹാകുംഭമേളയുടെ കാഴ്ച പകർത്തിയത്. മനോഹരമായ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമ ഉപയോക്താക്കളെ ആകർഷിച്ചിരിക്കുകയാണ്. നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് 24 മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി 400 കോടി രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. 182 കിലോമീറ്റർ ഹൈ ടെൻഷൻ ലൈനുകൾ, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന 40,000 ബൾബുകൾ, AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ 2700 CCTV ക്യാമറകൾ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സുനിത വില്യംസിനും മറ്റുള്ള യാത്രികർക്കുമൊപ്പമാണ് പെററ്റ് ISSൽ തങ്ങുന്നത്. മഹാകുംഭമേളയുടെ വർണ്ണാഭമായ കാഴ്ചയുടെ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേളയുടെ 13ാം ദിവസമായ ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ദൃശ്യങ്ങളാണ് ബഹിരാകാശ സഞ്ചാരിയ ഡോൺ പെററ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഗംഗാ തീരത്തെ ദീപാലങ്കാരങ്ങളുടെ പ്രഭയാണ് ചിത്രത്തിലുള്ളത്. മഹാകുംഭമേളയുടെ ഊർജ്ജം പങ്കുവെക്കുന്നതാണ് ചിത്രം എന്നതാണ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ ഏറെയും. സംഗമത്തിന്റെ പുണ്യമണൽ തീരങ്ങൾ 2025 ദശലക്ഷക്കണക്കിന് ഭക്തരെ കാത്തിരിക്കുമ്പോൾ മഹാകുംഭമേള മറ്റേതൊരു ആത്മീയ യാത്രയേക്കാൾ സവിശേഷമാകും എന്നത് ഉറപ്പ് തന്നെയാണ്. സ്വന്തം ഉൽപ്പത്തിയുമായി വീണ്ടും ബന്ധപ്പെടാനും സനാതന ധർമ്മത്തിന്റെ കാലാതീത ജ്ഞാനം അനുഭവിക്കാനും ലൗകികതയെ മറികടക്കുന്ന ആഘോഷത്തിൽ പങ്കുചേരാനുമുള്ള ഒരു ക്ഷണമാണിത്. ബാബ ലോക്നാഥിന്റെ ദിവ്യ അനുഗ്രഹം മുതൽ മഹർഷി ദുർവാസാവിന്റെ പൗരാണിക പാരമ്പര്യം വരെ, സന്യാസിമാരുടെ മാനുഷിക ബന്ധങ്ങൾ മുതൽ ജീവിതാത്ഭുതങ്ങൾ വരെ, മഹാകുംഭമേള വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഔന്നത്യത്തിന്റെയും ഇപ്പോൾ ഗൃഹാതുരതയുടെയും വർണ്ണചിത്രമാകുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.